എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. റിയൽമി 7. അപ്പോൾ ഇതിൻ്റെ കടുത്ത എതിരാളിയായിട്ടുള്ള റിയൽമി നർസോ 20 പ്രോയുടെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ തന്നെ ഒരു അൾട്ടിമേറ്റ് ലെവൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20K സെഗ്മെൻറ്റിൽ റിയൽമി 7 Pro ആണ്. അതിൻ്റെയും അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുന്നില്ല, അത് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷിബിൻ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകല്ലേ. ലെറ്റ്സ് ബിഗിൻ. സോ ഇതാണ് നമ്മുടെ റിയൽമി 7ൻ്റെ ബോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റിയൽമി 7 പ്രോയുടെ ബോക്സ് അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഒരു ചെറിയ പടക്കക്കടയിലേക്ക് നോക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടോ. സൽമാൻ ഖാൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ കുളമാക്കി വെച്ചിട്ടുണ്ട് എന്ത് ബോക്സ്. അപ്പോൾ ഈ ബോക്സിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോണിയുടെ 64 മെഗാ കോഡ് ക്യാമറ, ഹീലിയോ G95 പ്രോസസ്സർ, 5000 mAh ബാറ്ററി എന്ന് പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ മുകളിലുള്ള ബോക്സ് ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ വേറെ ബോക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് ബോക്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സാധാരണ റിയൽമിയുടെ ബോക്സുകളിൽ നമുക്കൊരു യെല്ലോ ബോക്സ് ആയിരുന്നു കിട്ടാറ്. അപ്പോൾ റിയൽമി 7 പ്രോയ്ക്കും റിയൽമി 7നും ഈ ഒരു വൈറ്റ് ബോക്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അതിനുള്ളിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമുക്കൊരു സിം ഇജക്റ്റിംഗ് ടൂൾ വന്നിട്ടുണ്ട് അതിനുള്ളിലായിട്ട്. ഇനി അതിൻ്റെ ബോക്സിനുള്ളിലായിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് എന്താണ് TPU കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള TPU കേസാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നീട് ബോക്സിനകത്ത് എന്താണ് വരുന്നത് നോക്കാം. നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ ചാർജറാണ്. അപ്പോൾ 30 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ബോക്സിൽ വരുന്നത് കേട്ടോ. അതിൻ്റെ കേബിളും നമുക്ക് വരുന്നുണ്ട്. ടൈപ്പ് C കേബിളാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മുടെ ബോക്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോൺ നമുക്ക് എന്താണ് വേറൊരു കവറിലും കൂടി പേസ്റ്റ് ചെയ്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഇതാണ് അപ്പോൾ നമ്മുടെ ഫോൺ കേട്ടോ. കൊള്ളാം. നമ്മളെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഫോൺ ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 196 ഗ്രാമാണ് വെയിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറക്റ്റ് ഓർമ്മയില്ല, നമുക്ക് തൂക്കി നോക്കാനായിട്ട് എൻ്റെ മെഷീനും ഇല്ല. അപ്പോൾ 196 ഗ്രാം നമുക്കതിൽ ഉറപ്പിക്കാം. അപ്പോൾ അത്രയാണ് വെയിറ്റ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമുക്കറിയാം റിയൽമി 7 Pro ഇതിലും വെയിറ്റ് കുറഞ്ഞിട്ടാണ് വന്നത്. അത് ഏകദേശം 182 ഗ്രാം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് റിയൽമി 7 Pro അല്ലെങ്കിൽ റിയൽമി നർസോ 20 Pro നമ്മുടെ കയ്യിലെടുത്തിട്ടുള്ള ഫീൽ തന്നെ. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി നമ്മുടെ കോമ്പാക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ വീതി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. കയ്യിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കയ്യിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല കേട്ടോ. ഇനി ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയൽമി 7 Proയിൽ കണ്ട ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ 2 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ മിസ്റ്റ് വൈറ്റ് കളറും പിന്നെ ഒരു മിസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കളറും നമുക്കെന്താണ് അവൈലബിൾ ആണ്. അപ്പം പുറകിൽ നമുക്കൊരു വെർട്ടിക്കലായിട്ടുള്ള ക്യാമറ മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്കുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് കൊടുത്തിട്ടുള്ളത്. താഴെ റിയൽമിയുടെ ഒരു ബ്രാൻഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ഇഷ്യൂസ് ഇല്ല. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ സോ ടോട്ടലി ഗുഡ്. സോ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ 3.5 mm ഓഡിയോ ജാക്ക് കാണുന്നുണ്ട്. പിന്നീട് മൈക്രോഫോൺ വരുന്നുണ്ട്. USB ടൈപ്പ് C കേബിളിൻ്റെ പോർട്ട്, സ്പീക്കർ കിഡിൽ എന്നിവ. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ബട്ടൺ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പവർ ബട്ടൺ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫിംഗർ പ്രിൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ടോപ്പിലായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, സിം കാർഡ് ട്രേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിം കാർഡ് ട്രേ ഒന്ന് ഇജക്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം എന്താണ് ഹൈബ്രിഡ് ആണോ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് SD കാർഡ് ആണോ എന്നിട്ടാവും. യെസ്, അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡാണ് കേട്ടോ ഫോണിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിച്ചിട്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നമുക്കിനി എന്ത് ചെയ്യാം, ഈ TP കേസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഫോണിൽ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്കറിയാം, എന്തെങ്കിലും രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 4 കോർണർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഇഷ്യൂ സംഭവിക്കാനുള്ള സാധ്യതയില്ല.
ഇനി പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറയുടെ ഭാഗത്തും എന്തുണ്ട്, ചെറിയ രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ നമ്മൾ സാധാരണ രീതിയിൽ ഫോൺ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിലൊന്നും നമുക്ക് വലിയ രീതിയിൽ എന്താണ് ക്യാമറയുടെ ഭാഗത്ത് ആ ഇഷ്യൂസ് സംഭവിക്കാനുള്ള സാധ്യതയില്ല. സോ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചിട്ട് പറയാം അല്ലേ. അപ്പോൾ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ, 90 ഹെർട്സിൻ്റെ ഒരു ഹൈ റിഫ്രഷ് റേറ്റ്, 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ, 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 3 ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സർ. 2 വേരിയൻസ് ആണ് നമുക്ക് ഫോണിൽ വരുന്നത്, 6GB 64, 8GB 128GB. അപ്പോൾ 6GB 64GB വരുന്ന പ്രൈസ് 15,000 രൂപയാണ്. 8GB 128GB വരുന്ന പ്രൈസ് 17,000 രൂപയും. UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള റിയൽമി UIയിലാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ 64 മെഗാ പിക്സലിൻ്റെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ 64 മെഗാ പിക്സലിൻ്റെ സോണി IMX 682 ആണ് സെൻസർ വരുന്നത് കേട്ടോ. 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റാണ് നമുക്ക് ഫോണിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോണിൻ്റെ ഡിസ്പ്ലേ. അപ്പോൾ 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു AMOLED ഡിസ്പ്ലേ അല്ല, IPS LCD ആണ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല, ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അതായത് എനിക്ക് ഈ റിയൽമി 7 പ്രോൻ്റെ AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ കംഫർട്ടായിട്ട്, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണ്, ഈ ഒരു ഡിസ്പ്ലേ ആണ്. റിയൽമി 7ൻ്റെ ഈ IPS LCD ഡിസ്പ്ലേ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിനൊരു മെയിൻ കാരണം കൂടെ ഉണ്ടാവാൻ, ചിലപ്പോൾ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടെ അതിനൊരു കാരണമാണ്. പക്ഷേ അത് മാത്രമല്ല, ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നല്ല കളേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ യാതൊരു ഇഷ്യൂസും വരുന്നില്ല. ഇനി എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു 90 ഹെർട്സിൻ്റെ ഒരു ഹൈ റിഫ്രഷ് ആയിട്ട് എന്ത് വരുന്നുണ്ട് നമുക്ക് ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്മാർട്ട് ഫോൺ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 90.5% ആണ് എന്ത് വരുന്നത്, സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബെസൽസ് നോക്കിക്കഴിഞ്ഞാലും ഓവറായിട്ടൊന്നും അത് ബെസൽസ് എന്താണ് തള്ളി നിൽക്കുന്നില്ല കേട്ടോ. താഴത്തെ ചിഹ്നാണെങ്കിലും ഒരു മിനിമം ലെവലിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ. സോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫോണിൻ്റെ പെർഫോമൻസ്. അപ്പോൾ ഫോണിൻ്റെ പെർഫോമൻസിനെ കരുത്തേക്കാനായിട്ട് മീഡിയടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതുപുത്തൻ പ്രോസസ്സറാണ് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോസസ്സറിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ് റിയൽമി 7. ഇനി റിയൽ ടൈം എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല കേട്ടോ. ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മൾട്ടി ടാസ്കിങ്ങിലൊന്നും ഞാൻ ഇതുവരെ ഒരു ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഹൈ എൻഡ് ഗെയിംസ് കളിക്കുമ്പോഴും എന്താണ് നമുക്ക് നോ ഇഷ്യൂസ്, അതായത് ഒരു ലാഗോ കാര്യങ്ങളോ നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ PUBG ഒക്കെ കളിച്ചപ്പം നോ ഇഷ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ PUBG കളിക്കുന്ന ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം, വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ അതിൻ്റെ. അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും പ്രോസസ്സറിൽ വരുന്നില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ നോ ഇഷ്യൂസ്. ഫോണിൻ്റെ എബൌട്ട് ടു സെക്ഷനിൽ ഒന്ന് കയറി നോക്കാം. അവിടെ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയണ്ടേ. അപ്പം ഇതാണ് എബൌട്ട് സെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് 10 ആയിട്ടുള്ള വേർഷനാണ് നമുക്ക് എന്ത് വരുന്നത്, OS വരുന്നത് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള OS ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഫോണ് റിയൽമി UIയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫോൺ വാങ്ങിയതിന് ശേഷം എനിക്കൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. ആ അപ്ഡേറ്റിന് ശേഷമാണ് റിയൽമി വേർഷൻ 1.0 എന്ന് വന്നിട്ടുള്ളത്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വേർഷനാണ് ഇപ്പോൾ ഇത്. ഇനി റിയൽമി UIനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു UI ആണ്. നമുക്കറിയാം റിയൽമിയിൽ ആദ്യം കളർ വോയിസ് ആയിരുന്നു. അതിൽ നിന്ന് അവരെന്ത് ചെയ്തു, റിയൽമി UIയിലേക്ക് വന്നു. അപ്പോൾ റിയൽമി UIയിലേക്ക് വന്നതിന് ശേഷം എന്താണ്, നമുക്കതിൽ ഒരുപാട് ബ്ലോട്ട്വെയർസും ആഡ്സിൻ്റെ റെക്കമെൻഡേഷൻസൊക്കെ തുടക്കം മുതലുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീല് തരുന്നൊരു സ്മാർട്ട് ഫോൺ UI ആയിട്ട് മാറിയിട്ടുണ്ട് റിയൽമി UI. എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ബ്ലോട്ട്വെയർസിൻ്റെ എണ്ണം കുറവാണ്, പൊതുവെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബ്ലോട്ട്വെയർസിൻ്റെ എണ്ണം എന്താണ്, നമുക്ക് കുറവാണ്. നമുക്കുള്ളതിന് എന്ത് ചെയ്യാം, ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ടും സാധിക്കുന്നതാണ്. ഞാൻ ഈ ഓർഡർ ചെയ്തിട്ടുള്ളത് 6GB 64 വേരിയൻ്റ് ആണ്. അപ്പോൾ റാം 6GB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 64GB ആണ് ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത് 50GB ആണ്. ഇതിലിപ്പോൾ 44 കാണിക്കുന്നത്. അതിന് കാരണം ഒരുപാട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് 50 നിന്ന് 44 ആയത് കേട്ടോ. അപ്പം 50GB ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി 14GB മെമ്മറി മാനേജ്മെൻ്റ് ആയിട്ട് അതിൽ പോകും. അപ്പോൾ ഈ ഫോണിൻ്റെ പല റിവ്യൂസും ഞാൻ കണ്ടു നോക്കിയപ്പം അതിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിരുന്നത് നമുക്കിതിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണോ, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. യെസ്,
നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം സൗണ്ടും മൈക്രോഫോൺ സൗണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒരേ സമയം റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഗെയിമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ. ഇനി അടുത്തത് ഫോണിൻ്റെ ഡാർക്ക് മോഡ്. അപ്പോൾ ഡാർക്ക് മോഡ് നമുക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്തപ്പം എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിനൊരു ബ്ലൂയിഷ് ടച്ചാണ് വരുന്നത്, കറക്റ്റ് ബ്ലാക്ക് അല്ല വരുന്നത്. നമുക്കറിയാം ഇതെന്താണ്, ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളേഴ്സൊന്നും കറക്റ്റായിട്ട് കാണിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഇതിന് കൂടുതലായിട്ടൊരു ബ്ലൂയിഷ് ടച്ച് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാകും എന്നുള്ളത് അറിയില്ല. പക്ഷേ നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് പ്യുവർ ബ്ലാക്ക്. ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്യുവർ ബ്ലാക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ബ്ലൂയിഷ് ടച്ച് വരുന്നുണ്ട്. അപ്പം അതൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് തോന്നി. നൈറ്റൊക്കെയാണ് നമ്മൾ ഫോൺ ഡാർക്ക് മോഡിലിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് ഫോണിൽ എന്താണ് 90 Hz ഒരു ഹൈ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തരുന്നുണ്ട് കേട്ടോ. ഈ റിഫ്രഷ് റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം 60 Hz യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 90 Hz യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞിട്ട്. അതായത് ഓരോ ആപ്ലിക്കേഷൻ എത്ര ഹെർട്സ് ആണ് അല്ലെങ്കിൽ എത്ര റിഫ്രഷ് റേറ്റ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് അനുവദിക്കുന്നത്, ആ റിഫ്രഷ് റേറ്റിലേക്ക് എന്ത് ചെയ്യും, ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും നമ്മൾ ഈ ഓട്ടോ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണ്, 90 Hz സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, 90 Hzലാവും, ഇത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. ഇനി അത് 60 Hzൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താകും, അത് ഓട്ടോമാറ്റിക്കലി 60 Hzലേക്ക് വരും. സോ എങ്ങനെയാണ് നമ്മുടെ Realme 7ൻ്റെ ക്യാമറ പെർഫോമൻസ്? അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. 64 മെഗാപിക്സലാണ് വരുന്നത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ജനറേഷൻ സെൻസറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ള Realme 7 Proയിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ സെൻസർ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഒരു കാര്യം ഞാൻ തീർച്ചയായിട്ടും പറയാം, Realme 7 Proയിൽ എടുക്കുന്നതിനേക്കാളും നല്ല പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇതിലെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ Realme 7 Proയുടെ പ്രൈസ് എത്രയാണ്, 20,000 രൂപ. ഇതിൻ്റെ പ്രൈസോ 15,000 രൂപ. 5,000 രൂപയുടെ വ്യത്യാസമുണ്ട്. എന്നിട്ടും എന്താണ്, ആ സ്മാർട്ട് ഫോണിലുള്ളതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ്, ക്യാമറ എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്യൂസ് വരുന്നത് അൾട്രാ വൈഡ് ഫോട്ടോഗ്രാഫിയിലാണ്. അപ്പോൾ അത് എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും നമ്മൾ കണ്ടുവരുന്നതാണ്. നമ്മളെന്താണ് ശരിക്കും ഒബ്ജക്റ്റ് ഫോക്കസ് ആവില്ല, ബാക്കിയുള്ളതൊക്കെ ഫോക്കസ് ആയിട്ട് ഒബ്ജക്റ്റ് ബ്ലറായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അൾട്രാ വൈഡിൽ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ബാക്കിയുള്ളതിലൊന്നും യാതൊരു ഇഷ്യൂസ് ഇല്ല. ഇനി ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ കിഡിലിനായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ഫോട്ടോസിനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി നമുക്ക് എന്ത് വരുന്നുണ്ട്, നൈറ്റ് മോഡ് ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു പ്രോസസ്സിങ്ങിന് 2-3 സെക്കൻഡിൻ്റെ ലാഗ് വരും. അത് എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഉള്ളതാണ്, അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. അപ്പം ആ ഒരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ യാതൊരു പ്രശ്നമില്ല. മാക്രോ ഫോട്ടോഗ്രാഫിയും കുഴപ്പമൊന്നുമില്ല, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് വരുന്നുണ്ട്. സോ ക്യാമറ എക്സ്പീരിയൻസ് ക്വൈറ്റ് ഗുഡ്. ഇനി സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് Realme 7 Proയിൽ അങ്ങനെ വാഷ് ഔട്ടായിട്ട്, അതായത് വൈറ്റിഷ് കളർ വന്ന പോലുള്ള ആ ഇഷ്യൂസ് ഓവറായിട്ട് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതാണ് ഞാൻ ഒന്നാമത് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള കാര്യം. അപ്പോൾ Realme 7 Proൻ്റെ അൺബോക്സിങ് വീഡിയോയും പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ആ വീഡിയോസ് കാണുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു ചെറിയ രീതിയിലെങ്കിലും ആവറേജ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ലെവലിലാണ് എന്തുള്ളത്, Realme 7 Proയുടെ ക്യാമറ ഉള്ളത്. അപ്പോൾ അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഫോൺ തരുന്നുണ്ട്. ഇനി വീഡിയോസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4K വീഡിയോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം 30 FPS, 1080p വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം 60 FPS-ലും 30 FPS-ലും ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ അവിടെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. സോ ഓവറോൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എബോവ് ആവറേജ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതൊന്നും ഒരു കിഡിലൻ ക്യാമറ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്, നോ ഡൗട്ട്. 5000 mAh ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റിയാണ് കേട്ടോ നമുക്ക് ഫോണിൽ ലഭിക്കുന്നത്. പ്ലസ് നമുക്ക് എന്താണ് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്.
അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി റിയൽ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. 5000 mAh ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 1 day ഒക്കെ സൂപ്പറായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു മീഡിയം ലെവലിലേക്കാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ബാറ്ററി കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എന്താണ് യാതൊരു ഇഷ്യൂസും ഇല്ല. ഇനി ഒരു ബാറ്ററി ഇഷ്യൂ അല്ല, അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് ചെറിയ രീതിയിൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റ് ആവുന്നത് നമ്മൾ ക്യാമറ ഒരുപാട് സമയം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ സ്മാർട്ട് ഫോണുകളിലും കണ്ടുവരുന്നതാണ് കേട്ടോ, അല്ലാതെ വേറൊരു ഇഷ്യൂസും ഇല്ല. എല്ലാ സ്മാർട്ട് ഫോണുകളും നമുക്ക് ക്യാമറ ഒരുപാട് സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ഇഷ്യൂ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. സോ നമുക്കിനി എന്ത് ചെയ്യാം, ഫോണിൻ്റെ സെൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലൊരു സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്, ഫേസ് അൺലോക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, കണ്ടില്ലേ, വളരെ ഫാസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിംഗർ പ്രിൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അവിടെ നമുക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. ഫിംഗർ പ്രിൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഫാസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് അൺലോക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട്, ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫാസ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ഫേസ് അൺലോക്ക് നമ്മൾ ചെയ്യുമ്പം ഇത് കണ്ടില്ലേ, ഈ ക്യാമറ മൊഡ്യൂളിന് ചുറ്റും എന്ത് വരുന്നുണ്ട്, ഒരു ചെറിയ ലൈറ്റ്നിങ് വരുന്നുണ്ട്. നിങ്ങളൊന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അടുത്തതിൽ. ഓക്കെ, കണ്ടില്ലേ, ഒന്നുകൂടി നോക്കാം. യെസ്, ആ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ Realme 6 Proയിൽ ഇതേ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. സോ കൊള്ളാം, നൈസായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഫാസ്റ്റായിട്ട് തന്നെ എന്താണ് ഫിംഗർ പ്രിൻറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫേസ് അൺലോക്കും നല്ല ഫാസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. യാതൊരു ലാഗോ കാര്യങ്ങളോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സോ ഗുഡ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു ഓഡിയോ കേൾപ്പിച്ച് തരാം കേട്ടോ, സൗണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ലൗഡായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓഡിയോ കേൾക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഓവർ ലൗഡല്ല എങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ലൗഡായിട്ട് തന്നെ ഓഡിയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓഡിയോയുടെ ഭാഗത്ത് നമുക്ക് എന്താണ് യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. ഇനി വീഡിയോ എക്സ്പീരിയൻസും സെയിം ആണ്. നമുക്ക് എന്താണ് AMOLED ഡിസ്പ്ലേ അല്ലാന്നുണ്ടെങ്കിലും IPS ആണെന്നുണ്ടെങ്കിലും എന്താണ് നമുക്ക് വീഡിയോ എക്സ്പീരിയൻസും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കില്ലേ. അപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇത് 1080pയിലാണ് നമ്മൾ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ആണ്, നമ്മുടെ കോമ്പാക്റ്റ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. Full HD+ റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ നമുക്ക് എന്താണ് നല്ലൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് നോ ഇഷ്യൂസ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഗുഡ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോണിൻ്റെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സാർ വാല്യൂ ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഡയൽ പാഡ് എടുക്കുക, *#07# എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സാർ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം ഹെഡ് സാർ വാല്യൂ വന്നിട്ടുള്ളത് 0.99 ആണ്. അപ്പോൾ 1ലും താഴെയാണ്, വിത്തിൻ ലിമിറ്റ്സ് ആണ് കേട്ടോ. നോ ഇഷ്യൂസ്, നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല. സോ നമ്മൾ എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യുവൽ 4G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ക്യാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഏതാണ് അതിൻ്റെ മോഡ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ കണ്ടല്ലോ ഹാർഡ്വെയർ സപ്പോർട്ട് ലെവൽ എത്രയാണ്, ലെവൽ 3 ആണ്. അപ്പോൾ ലെവൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് എന്ത് ചെയ്യും, ഗൂഗിൾ ക്യാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈഡ് വൈൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, DRM ഇൻഫോ നമ്മളെടുത്തു. അപ്പോൾ അതിൽ വൈഡ് വൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ലെവൽ ഏതാണ്, L1 ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ L1 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എന്നിവയിലൊക്കെ HD ക്വാളിറ്റിയിൽ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ എന്താണ് ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു ഓവറോൾ വേർഡിക്റ്റ് അല്ലെങ്കിൽ നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് എ ഗുഡ് ഫോൺ.
15K സെഗ്മെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സ്മാർട്ട് ഫോണാണ് റിയൽമി 7. എനിക്ക് തോന്നുന്നത് റിയൽമി നർസോ 20 പ്രോയേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് കേട്ടോ. നർസോ 20 പ്രോയിൽ നമുക്ക് 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇവിടെ 30 വാട്ടേ വരുന്നുള്ളൂ, പക്ഷേ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇനി ബാക്കി സ്പെസിഫിക്കേഷൻസ് നമ്മളെന്ത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്, ക്യാമറ പെർഫോമൻസ് ഡീസൻ്റ് ആണ്, നല്ലൊരു പ്രോസറാണ് വന്നിട്ടുള്ളത്, ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേർത്തി ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഈ പ്രൈസിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വേർത്തി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മുടെ ചാനലൊന്ന് കയറി നോക്കുക, വേറെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കണ്ടിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. ഇറ്റ്സ് മി ഷിബിൻ സൈനിങ് ഓഫ്.